ചെറിയ കുട്ടികളുടെ ബുദ്ധി മാത്രമുള്ള ചിന്നത്തമ്പി എന്നീ പയ്യൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. കൂടാതെ അവർക്കൊരു കുട്ടിയും ജനിച്ചു. ഒരു ദിവസം ട്യൂഷൻ കഴിഞ്ഞ് ചിന്നത്തമ്പി മകനെ കൂട്ടി വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അവർ ഒരു കടുവക്കുട്ടിയെ കണ്ടു. അവൻ മകനോട് അതൊരു കാട്ടുപൂച്ചയാണെന്ന് പറഞ്ഞത് കേട്ട് ആ പയ്യൻ അതിനെ തൊടണമെന്ന് ആഗ്രഹം പറഞ്ഞതും ചിന്നത്തമ്പി അതിനെ എടുത്തു കൊണ്ടുവന്നു. ശേഷം മകന്റെ നിർബന്ധം കാരണം അമ്മയോട് പറയാതെ അവർ രണ്ടുപേരും അതിനെ വളർത്താൻ തീരുമാനിക്കുന്നു. അമ്മ ജോലിക്ക് പോകുമ്പോൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് വീട്ടിലിരുന്നവർ ആ പുലിക്കുട്ടിയെ ഒരു പെട്ടിക്കകത്തിട്ട് വളർത്തുന്നു. ആ പുലിക്കുട്ടിയെ കാണാതായ വിവരം അറിഞ്ഞ് ഫോറസ്റ്റുകാർ ഉടനെ തന്നെ അതിനെ കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. ഈ സമയം ചിന്നത്തമ്പിയുടെ ഭാര്യയ്ക്ക് പ്രൊമോഷൻ ലഭിച്ച് മെഷീനുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കുറച്ച് ദിവസത്തേക്ക് അവളെ അവർ കോയമ്പത്തൂരിലേക്ക് അയക്കാൻ തീരുമാനിക്കുന്നു. ഒറ്റക്ക് പോകാൻ മടി തോന്നിയവൾ ഭർത്താവിനെയും മകനെയും കൂടെ കൂട്ടാൻ ആവശ്യപ്പെട്ടത് കണ്ട് വേറെ വഴിയില്ലാതെ ചിന്നത്തമ്പി അവന്റെ കൂട്ടുകാരന്റെ അടുത്ത് ആ ഒരു കടുവക്കുട്ടിയെ കൊടുത്ത് അതൊരു കാട്ടുപൂച്ചയാണെന്നും ഒരു മാസത്തേക്ക് അതിനെ നീ വളർത്തുമോ എന്നും ചോദിക്കുന്നു. അങ്ങനെ കോയമ്പത്തൂരിൽ പോയവർ ഭാര്യയുടെ ജോലിയെല്ലാം കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്. വന്ന സന്തോഷത്തിൽ ചിന്നത്തമ്പി പെട്ടെന്ന് ഒരു കടുവക്കുട്ടിയെ എടുക്കാൻ പോയപ്പോൾ 1.5 മാസം കൊണ്ട് തന്നെ അതിന്റെ വലിപ്പം വല്ലാതെ കൂടിയിട്ടുണ്ട്. അപ്പോഴാണ് അച്ഛനും മകനും അവർ ഇത്രയും നാൾ വളർത്തിയത് പൂച്ചക്കുട്ടിയല്ല പകരം പുലിക്കുട്ടിയാണെന്ന് മനസ്സിലാകുന്നതും.